فعن ابن عباس رضي الله عنهما قال من قرأ القرآن لم يرد إلى أرذل العمر رواه الحاكم صححه الألباني رحمه الله. വളരെയധികം പ്രധാനപ്പെട്ട ഒരു അസറാണ് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ ഒരു അസർ. വിശുദ്ധ ഖുർആൻ പതിവായി പാരായണം ചെയ്യുകയും അത് ജീവിത മാർഗവുമാക്കുകയും ചെയ്ത ആളുകൾക്ക്, പതിവായി അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അവർ അർദലുൽ ഉമറിലേക്ക്, ഏറ്റവും മോശമായ ഒരു ജീവിത കാലയളവിലേക്ക് അവർ മടക്കപ്പെടുകയില്ല എന്നതാണ്. എന്താണ് അർദലുൽ ഉമർ എന്നത് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലിക്കൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ഒരു ആയുസിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് മടക്കപ്പെടുന്നവരുണ്ട്. പിന്നീട് നേരത്തെ അറിവുള്ള ആളുകൾ പിന്നീട് ഒന്നും അറിവില്ലാത്ത ആളുകളായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അഥവാ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ജീവിതകാലത്ത് സമൂഹത്തിൽ നല്ല വിലയുള്ള ആളുകൾ, ആദരിക്കപ്പെടുന്ന ആളുകൾ, പിന്നീട് വയസ്സായിട്ട് അവരുടെ ബുദ്ധി നഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവരുടെ ആ വിലയെല്ലാം നഷ്ടപ്പെട്ടു. അവരെന്ത് ചെയ്യണം, ഒരു കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുകയും കളിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്, പലപ്പോഴായിട്ട് കാണാറുണ്ട്. അങ്ങനെ അവർ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള എല്ലാ വിലയും നഷ്ടപ്പെടുന്ന ആളുകൾ കളിയാക്കുന്ന ഒരവസ്ഥയിലേക്ക് വരെ, ആളുകളുടെ മുമ്പിൽ വെറുക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു ഘട്ടം പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. അത് കണ്ട എല്ലാവരും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകരുത് എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്. വളരെ ഗുരുതരമായൊരു വിഷയമാണിത്. ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഇങ്ങനെ ഒരു ആയുസ്സിൻ്റെ ഘട്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധി നഷ്ടപ്പെടുന്ന, അറിവ് നഷ്ടപ്പെടുന്ന ഒരു ചെറിയ കൊച്ചുകുട്ടിയെ പോലെ ആയിത്തീരുന്ന ഒരു വൃദ്ധനായിട്ട് ഇങ്ങനെ വരുന്നൊരു ഘട്ടത്തിലെ ഒരു ആയുസ്സിൻ്റെ ഘട്ടം ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അവിടുത്തെ ദുആയിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രസിദ്ധമായ നിരവധി ദുആകളിൽ ചില കാര്യങ്ങളിൽ നിന്ന്, അഥവാ മടിയിൽ നിന്നും അതുപോലെ തന്നെ ഭയത്തിൽ നിന്നുമൊക്കെ അഭയം ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹറമിൽ നിന്ന്, അഥവാ വാർദ്ധക്യത്തിൽ നിന്ന്, അതുപോലെ തന്നെ അർദലുൽ ഉമറിൽ നിന്ന് അഭയം ചോദിക്കുന്നതായിട്ട് നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, പ്രാർത്ഥനകൾ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ തരത്തിൽ നമ്മളും അള്ളാഹുവിനോട് ഈ വിഷയം ചോദിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന്, ഈ ഒരു അസറിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വരികയില്ല എന്ന് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അദ്ദേഹം ഇങ്ങനെ പറയാൻ അദ്ദേഹം ബുദ്ധി കൊണ്ട് പറഞ്ഞതല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിലുള്ള ആയത്താണ് അദ്ദേഹത്തിന് തെളിവായിട്ടുള്ളത്. അതിനെ തഫ്സീർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സൂറത്തു തീനിലെ ആയത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു, സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നെ അസ്ഫലു സാഫിലീനിലേക്ക് അവരെ മടക്കപ്പെടുമെന്ന് പറഞ്ഞു. അസ്ഫലു സാഫിലീൻ എന്നതിന് രണ്ട് തഫ്സീറുകളാണ് നമ്മുടെ സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. ഒരു വിഭാഗം ഉലമാക്കൾ സലഫുകൾ പറഞ്ഞിട്ടുള്ളത് നരകത്തെ സംബന്ധിച്ചാണ് അസ്ഫലു സാഫിലീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ ഇബ്ൻ അബ്ബാസും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഖതാദ, അതുപോലെ അക്രിമ പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അസ്ഫലു സാഫിലീൻ എന്ന് പറഞ്ഞാൽ അത് ഈ അർദലുൽ ഉമറാണ്. ആ അവസാന കാലഘട്ടം, അഥവാ ജീവിതത്തിലെ ഒരു മോശമായൊരു കാലഘട്ടം, ബുദ്ധി നഷ്ടപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാണ് അസ്ഫലു സാഫിലീൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇല്ലല്ലദീന ആമനു എന്ന് പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് അത് ഉണ്ടാവുകയില്ല. അതിന് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചു, ഇല്ലല്ലദീന ഖറഉൽ ഖുർആൻ, പതിവായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ഒഴികെ എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ഈ ഒരു അർദലുൽ ഉമറിലേക്ക്, അസ്ഫലു സാഫിലിലേക്ക് അവർ എത്തുകയില്ല എന്നതാണ്. ഇതിന് ഉപോത്ഭകമായിട്ട് നിരവധി ഹദീസുകളും ആയത്തുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തന്നെ പറഞ്ഞ ഒരു പ്രസിദ്ധമായ ഹദീസാണ്, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്ക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹു നിന്നെയും സൂക്ഷിക്കുന്നതാണ്, നിന്നെയും സംരക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞു. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത്, അഥവാ നീ അള്ളാഹുവിനെ നിൻ്റെ ശരീരാവയവങ്ങളുടെ കാര്യത്തിൽ നീ സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹു അത് നിനക്ക് സംരക്ഷിച്ച് തരുമെന്നാണ്. അഥവാ നമ്മുടെ കണ്ണിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു അത് ആ കണ്ണിനെ നമുക്ക് സംരക്ഷിച്ച് നിലനിർത്തി തരും. നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ശരീര അവയവങ്ങളെല്ലാം നമ്മൾ ഈ തരത്തിൽ
ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹു അവയെല്ലാം സംരക്ഷിച്ചു തരുമെന്നതാണ് ഉലമാക്കൾ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ ബുദ്ധിയെ അതുപോലെ തന്നെ നമ്മുടെ നാവിനെയും എല്ലാം വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം ചെയ്യാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ബുദ്ധി എന്ത് ചെയ്യില്ല, ആ ബുദ്ധി നഷ്ടപ്പെടുകയില്ല. ആ ബുദ്ധിക്ക് പ്രായം എത്ര എത്തിയാൽ പോലും, ഇത് ചരിത്രത്തിൽ ഉടനീളം ഉലമാക്കൾ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്യുന്ന ഖുർആൻ പണ്ഡിതന്മാരൊക്കെ ഒരിക്കലും ഈ ഒരു ഘട്ടം അവരുടെ ജീവിതത്തിൽ വരാറുണ്ടായിരുന്നില്ല. ആരും തന്നെ ബുദ്ധി നഷ്ടപ്പെടുന്നിടത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആൻ രോഗങ്ങൾക്കുള്ള ശമനമാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ബുദ്ധിക്കുള്ള ശമനമാണ്, മനസ്സിനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. ആ അർത്ഥത്തിൽ തന്നെ ബുദ്ധി അള്ളാഹു നിലനിർത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അല്ലേ, വനുനസ്സിലു ഖുർആനി മാ ഹുവ ശിഫ, ഖുർആനിൽ അള്ളാഹു ഷിഫ ഇറക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, അള്ളാഹു നിന്നിലേക്ക് അവതരിപ്പിച്ച ഈ ഖുർആൻ മുബാറക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിരന്തരമായി എല്ലാ ദിവസത്തിലും ഖുർആൻ പാരായണം ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഒരു മാർഗമായി സ്വീകരിക്കുക എന്നുള്ളത് അത് ജീവിതത്തിലുടനീളം ഒരു ബർക്കത്ത് ഉണ്ടാക്കി തരും. നമ്മുടെ ബുദ്ധിക്ക് ബർക്കത്തുണ്ടാകും, നമ്മുടെ സമയങ്ങൾക്ക്, നമ്മുടെ ആയുസ്സിന്, അതുപോലെ തന്നെ നമ്മുടെ മറ്റെല്ലാ ഇടപാടുകൾക്കും പ്രവൃത്തികൾക്കും എല്ലാം അതിൻ്റെ ഒരു നൂറ് ഉണ്ടായിത്തീരുമെന്നാണ്, ബർക്കത്ത് ഉണ്ടായിത്തീരുമെന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാത്രമല്ല ഇത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് ഇങ്ങനെ ഈ ഒരു അർദലുൽ ഉംറിലേക്ക് എത്തിപ്പെടുന്നതിൽ നിന്ന് ശമനമുണ്ട് എന്നതുപോലെ തന്നെ മറിച്ച് നമ്മുടെ മറ്റ് വിഷയങ്ങൾ വായിക്കുന്നതും പഠിക്കുന്നതും ബുദ്ധിയെ നമ്മൾ ഒന്നും ഉപയോഗിക്കാതെ വിട്ടേക്കുന്നതിന് പകരം അത് ഉപയോഗപ്പെടുത്തുക, അതുകൊണ്ട് വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് അതിനെ നിലനിർത്താൻ സഹായിക്കുന്ന കാര്യമാണ്. അത് ആധുനിക പഠനങ്ങൾ തന്നെ അറിയിക്കുന്ന കാര്യമാണ്. സ്ഥിരമായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന, അതുപോലെ തന്നെ പഠനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ബുദ്ധിമാന്ദ്യം സംഭവിക്കാറില്ല. അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഓർമ്മക്കുറവുകളോ അതുപോലുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ കുറവാണെന്ന് തന്നെ ആധുനിക പഠനങ്ങൾ വരെ അറിയിച്ചു തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മുടെ ജീവിതത്തിന് മാർഗമാക്കുക. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു അർദലുൽ ഉംറിൽ നിന്ന്, അതുപോലെ തന്നെ ഹറമിൽ നിന്ന് അഭയം ചോദിക്കുന്നത്, ദുആ ചെയ്യുന്നതുപോലെ, ഇസ്തിആദത്ത് ചെയ്തതുപോലെ നമ്മൾ പതിവാക്കുക. والله الموفق وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.